എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കൃഷ്ണഭക്തൻ്റെ അനുഭവമാണ്. എനിക്ക് വാട്സാപ്പിലൂടെ കിട്ടിയതാണത്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: എനിക്ക് വിശക്കുന്നേ. എന്ത് രസാലേ അത് തന്നെ കേൾക്കാൻ. അപ്പോൾ തുടങ്ങട്ടെ. കണ്ണൻ അലങ്കാരപ്രിയനാണ്. അവനെ അണിയിച്ചൊരുക്കുമ്പോൾ ഒരിക്കലും മതിയെന്ന് തോന്നിയിട്ടില്ല. ഒരു ശില്പി ഒരു ശില്പത്തെ കൊത്തിയെടുക്കുമ്പോൾ കാണിക്കുന്ന ജാഗ്രതയിലൂടെ കണ്ണനെ ഒരുക്കാൻ കഴിയുകയുള്ളൂ. എപ്പോഴും ഊർജ്ജസ്വലനായി ഇരിക്കാനുള്ള അവൻ്റെ കഴിവ് അപാരം തന്നെയാണ് കേട്ടോ. ലീവിന് പോകുമ്പോൾ അച്ഛനെ സഹായിക്കാനായി ക്ഷേത്രത്തിൽ പോകുന്നത് പതിവാണ്. മുട്ടുശാന്തിക്ക് ആണെങ്കിലും കൃഷ്ണക്ഷേത്രമാണെന്നറിഞ്ഞാൽ പിന്നൊന്നും ആലോചിക്കാറില്ല. എന്തോ അവനുമായുള്ള ഇരിപ്പുവശം അങ്ങനെയാണ്. തിരുവനന്തപുരം നിവാസികളായ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നടുവിലെ മഠം എന്നറിയപ്പെടുന്ന പുഷ്പാഞ്ജലി സ്വാമിയാർ താമസിക്കുന്ന കൃഷ്ണക്ഷേത്രം. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും ആ ക്ഷേത്രമുറ്റത്ത് എത്തുമ്പോൾ ഒരു ഗ്രാമാന്തരീക്ഷമാണ്. അവിടുത്തെ കൃഷ്ണൻ എനിക്കേറെ പ്രിയപ്പെട്ടതാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായി അവിടെ ഭഗവാന് അഭിഷേകം കഴിഞ്ഞാലുടൻ തന്നെ കളഭം ചാർത്തും. ഭഗവാനെ അണിയിച്ചൊരുക്കാൻ എനിക്ക് ഏറെ ഇഷ്ടമുള്ളതുകൊണ്ട് അന്ന് കണ്ണനെ വെണ്ണ കൊണ്ട് ചാർത്താനായി സ്വാമിയാരുടെയും അച്ഛൻ്റെയും അനുമതി വാങ്ങി ഞാൻ എൻ്റെ കർമ്മം തുടങ്ങി. ചാർത്തിനോടൊപ്പം തന്നെ സഹസ്രനാമവും നാരായണീയവും ഒക്കെ ജപിച്ചു. വെളുപ്പിനെ 5 മണിക്ക് തുടങ്ങിയ ചാർത്തൽ അവസാനിച്ചത് 6:30 ശ്രീലകത്തു നിന്നും വെളിയിൽ വന്നപ്പോൾ സ്വാമിയാരും വെണ്ണച്ചാർത്ത് ദർശിക്കാനായി എത്തി. വളരെ മനോഹരമായിരിക്കുന്നു കേട്ടോ എന്ന് അദ്ദേഹത്തിൻ്റെ പരാമർശം അവാർഡിനേക്കാൾ മികച്ചതായി തോന്നി. മുമ്പെങ്ങുമില്ലാത്ത പാൽപുഞ്ചിരി ഞാൻ കണ്ണൻ്റെ മുഖത്ത് കണ്ടു. എനിക്കും സന്തോഷമായി. 7 മണിയായി കാണും. അച്ഛൻ ദേഷ്യപ്പെട്ട് തിടപ്പള്ളിയിൽ വരുമ്പോൾ ഞാൻ ചായ കുടിക്കുന്നു. ഞാൻ കാര്യം അന്വേഷിച്ചു. നീ അവനൊന്നും കൊടുത്തില്ലേ? ആർക്ക്? അച്ഛനങ്ങനെയാണ്. കണ്ണനും രാധയും ഒക്കെ അച്ഛന് അവനും അവളുമാണ്. അച്ഛൻ എന്നെ കൂട്ടി ശ്രീലകത്തിന് മുമ്പിൽ വന്നു. അകത്തേക്ക് നോക്കി പറഞ്ഞു, നോക്ക്, അവൻ ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? ഞാൻ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ പാൽപുഞ്ചിരി തൂകി നിന്ന അവൻ എന്നെ കൊന്നു തിന്നുവാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്നു. ഇതെന്ത് മറിമായം! ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അച്ഛനോട് കാര്യം അന്വേഷിച്ചപ്പോൾ പറയുകയാണ്, നീ അവനെ കഴിക്കാനൊന്നും കൊടുത്തില്ലേ? 6:30 എന്ന സമയത്ത് ചൂട് പാൽപ്പായസം കൊടുത്തിരിക്കണം. അതവന് നിർബന്ധമാണ്. വിശപ്പ് താങ്ങാനാവാതെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണത്രേ. എനിക്കും വിഷമം തോന്നിയിട്ടോ. ഉടൻ തന്നെ ഞാൻ സമസ്താപരാധം പറഞ്ഞ് പഞ്ചാര പായസം നേദിച്ചു. അതും കൊണ്ട് തിരികെ തിടപ്പള്ളിയിൽ വെച്ച് വന്നു നോക്കുമ്പോൾ ദേ മുഖത്ത് വീണ്ടും പാൽപുഞ്ചിരി. എൻ്റെ കണ്ണ, നിൻ്റെ ഓരോ കുസൃതിത്തരങ്ങൾ. പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്ന ഗ്രൂപ്പ് അംഗങ്ങളോട് ആ ഭക്തൻ പറഞ്ഞതാണിത്. തീർച്ചയായും പടിഞ്ഞാറെ കോട്ടയ്ക്ക് സമീപമുള്ള ഈ ക്ഷേത്ര ദർശനം നടത്താൻ മറക്കരുതെന്ന്. വഴി ചോദിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. വഴികാട്ടിയായി അവനുണ്ടാകും അവിടെ. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഉണ്ണികൃഷ്ണനെ കാണാൻ പോകണം. പോകണ്ടേ? പോകണം. തീർച്ചയായും പോകണം. പോവാം. കൃഷ്ണ, ഹരേ കൃഷ്ണ. കണ്ണ, നന്ദി.